ദിക്റ് കൊണ്ട് നിന്റെ നാവിനെ നനയ്ക്ക്, ദിക്റ് കൊണ്ട് നിന്റെ നാവിനെ നനയ്ക്ക്. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, അങ്ങനെ ദിക്റ് കൊണ്ട് നിന്റെ നാവ് നനഞ്ഞിരിക്കുന്ന സമയത്ത് നീ മരണപ്പെടുന്നത്, അങ്ങനെ വേണം നീ മരിക്കേണ്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ദിക്റ് പറഞ്ഞുകൊണ്ട് നിന്റെ നാവ് നനഞ്ഞിരിക്കുന്ന സമയം, അങ്ങനെയാണ് നീ അസ്റായിലിനെ കണ്ടുമുട്ടേണ്ടത്, അങ്ങനെയാണ് നീ മരിക്കേണ്ടതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന്റെ നേതാവ് നമുക്ക് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദിക്റുകളുമായിട്ടുള്ള ബന്ധമെന്താണ്? എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് ദിക്റ് പറയുന്നത്? നമസ്കാരത്തിന് ശേഷം പോലും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മളിൽ പലർക്കും സമയമില്ലല്ലോ, ദിക്റുമായിട്ട് നമുക്കൊരു ബന്ധമില്ലല്ലോ. ആരുടെ നാമാണ് ദിക്റ് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ സ്മരണയിൽ നനയുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. അല്ലാഹു അവിടെ നിന്ന് പറയുന്ന ഫദ്കുറൂനി അദ്കുറുകും വസ്കുറൂനി വലാ തക്ഫുറൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്നെ നിങ്ങൾ ഓർക്കുക, എന്നെ നിങ്ങൾ ഓർക്കുക, എന്നാൽ നിങ്ങളെ ഞാനും ഓർക്കും. അല്ലാഹു പറയുന്നു ഫദ്കുറൂനി അദ്കുറുകും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിന്നെ ഓർക്കും. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുക, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുക, നന്ദികേട് കാണിക്കരുതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. എപ്പോഴാണോ നമ്മൾ അല്ലാഹുവിനെ ഓർക്കുന്നത്, അല്ലാഹു നമ്മളെ ഓർക്കുകയാണ്. എപ്പോഴാണോ നമ്മൾ അല്ലാഹുവിനെ മറക്കുന്നത്, ആ സമയത്ത് പടച്ചറബ് നമ്മളെ കൈവിടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നിങ്ങളിൽ കൂടുതലായി ആരാണോ അല്ലാഹുവിനെ സ്മരിക്കുക, നിങ്ങൾ വിജയം വരിച്ചവരാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിങ്ങൾ എന്നെ ഓർക്കുക. അല്ലാഹു പറയുകയാ, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും. നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടോ, എന്റെ ദിക്റുകൾ പറയുന്നുണ്ടോ, എന്റെ സ്മരണയിൽ കഴിയുന്നുണ്ടോ, എങ്കിൽ ഞാൻ നിങ്ങളെ ഓർക്കും. ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറയുന്നു, ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ ഓർക്കുന്നത്